ആശ്രിതവത്സനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ അഭയം തേടി ഗൃഹദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും മാനസിക ശാരീരിക പീഡങ്ങളും അകറ്റി ജീവിതാഭിവൃദ്ധി കൈവരിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സുദിനമാണ് കുചേല അവൽ ദിനം. ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച വരുന്ന ഈ പുണ്യദിനം എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും വിശേഷിച്ച് ഗുരുവായൂരിൽ സുപ്രധാനമാണ്. 2025 ഡിസംബർ 17 കുചേല അവൽ ദിനം. കുചേലൻ ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭഗവാൻ അറിഞ്ഞനുഗ്രഹിച്ച് ദുഃഖനിവൃത്തി വരുത്തിയ ആ അത്യപൂർവ സ്നേഹത്തിൻ്റെ അഥവാ ഭഗവത് ലീലാവിലാസത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് കുചേല അവൽ ദിനമായി ആചരിക്കുന്നത്. ഈ ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവൽ നീതിച്ച് പ്രാർത്ഥിക്കുന്നതും കുചേല കൃഷ്ണാശ്ലേഷ ദൃശ്യം കഥകളി കാണുന്നതും സുഖവും ധനാഭിവൃദ്ധിയും മറ്റു ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാക്കും. ഒന്നും ആവശ്യപ്പെടാതെ തന്നെ ഭക്തരുടെ എല്ലാ ദുഃഖങ്ങളും ബാധ്യതകളും മനസ്സിലാക്കി അവരെ അനുഗ്രഹിക്കുന്ന മൂർത്തിയാണ് ശ്രീകൃഷ്ണസ്വാമി എന്നാണ് കുചേല ദിനം നൽകുന്ന സന്ദേശം. ഈ പുണ്യ ദിവസം ആശ്രിത വത്സലനായ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചാൽ യഥാർത്ഥ ഭക്തരുടെ ജീവിത ദുരിതങ്ങൾ മാറും എന്നാണ് അവിൽ പൊതിയുമായി ദർശനം തേടിയെത്തിയ പരമദരിദ്രനായ സതീർത്ഥ്യൻ കുചേലൻ്റെ അനുഭവത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. ശ്രീകൃഷ്ണൻ അഥവാ വിഷ്ണു ക്ഷേത്രങ്ങളിലെയെല്ലാം കുചേലന് സദ്ഗതി കിട്ടിയ ഈ ദിവസത്തെ പ്രധാന ചടങ്ങാണ് അവൽ സമർപ്പണം. എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം നേദിച്ച അവൽ പ്രസാദമായി കൊടുക്കുന്നത് മിക്ക ക്ഷേത്രങ്ങളിലെയും പതിവാണ്. ഗുരുവായൂരിൽ കുചേല ദിനം വളരെ പ്രധാനമാണ്. കുചേല ദിനത്തിൽ ഗുരുവായൂരിലെ വിശേഷ വഴിപാടാണ് അവിൽ നിവേദ്യം. അവിൽ, നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവ ചേർത്താണ് നിവേദ്യം തയ്യാറാക്കുന്നത്. കുചേല ദിനത്തിൽ പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയ്ക്ക് അവിൽ നിവേദിക്കും എന്ന പ്രത്യേകതയും ഉണ്ട്. ദാരിദ്ര്യം മാറുന്നതിനായി ഭക്തന്മാർ അവിലുമായി ഗുരുവായൂരപ്പനെ ദർശിച്ച് അനുഗ്രഹം നേടാറുണ്ട്. കുചേല ദിനത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുചേല വൃത്തം കഥകളിയും വഴിപാടായി ഭക്തർ നടത്തുക പതിവാണ്. കുടുംബത്തിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി കുചേല ദിനത്തിൽ അവിൽ സമർപ്പണം നടത്തുന്ന മറ്റൊരു പ്രധാന ക്ഷേത്രമാണ് മഹാവിഷ്ണു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം.